കണ്ണൂരുകാരുടെ സ്വകാര്യ അഹങ്കാരം, അതായത് തെയ്യത്തിന്റെ അടുത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. തെയ്യത്തിന്റെ ആ ഒരുക്കങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗുളികൻ തെയ്യമാണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരൊന്നും കണ്ണൂരുകാരല്ല, ഇവർ തൃശ്ശൂരിൽ നിന്ന് വന്നവരാണെന്നാണ് നമ്മോട് പറഞ്ഞത്. അതായത് നമുക്ക് അതൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം. ചേട്ടാ, ആ. തെയ്യാണല്ലേ? തെയ്യമാണ് ഇത്. നമ്മുടെ കേരളത്തിലെ ഉത്തര മലബാർ ഭാഗത്ത് കെട്ടിയാടുന്ന ഒരു തെയ്യാണിത്. മലയ സമുദായത്തിലെ ആൾക്കാരാണ് അത് കെട്ടേണ്ടത്. ഗുളികൻ തെയ്യം എന്ന് പറയും ഇത്. നമ്മുടെ പരമശിവന്റെ ഇടത് തൃക്കാലിലെ തള്ളവരിൽ നിന്ന് പിളർന്നുണ്ടായ തെയ്യമെന്നാണ് ഇത് അറിയപ്പെടുന്നത്, ഐതിഹ്യത്തിൽ പറയുന്നത്. ഈ തെയ്യം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു കണ്ണൂരുകാരാണ് നിങ്ങളിന്ന്, പക്ഷേ നിങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ കണ്ണൂർ, അതിൻ്റെ ഒരു മോഡൽ നമ്മളിവിടെ പ്രത്യേക അങ്ങനെ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ കെട്ടണതല്ല അത്. ഇവിടെ നമ്മൾ ഘോഷയാത്രയുടെ ഭാഗമായിട്ട് ഈ തെയ്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിൽ ഒരു ഘോഷയാത്രയ്ക്ക് അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാണ്ട് ചടങ്ങ് ആയിട്ട് ചെയ്യണതല്ല കേട്ടോ. ആചാരങ്ങളുടെ ഭാഗമായി നിങ്ങൾ പോകാറില്ല? അല്ല, അങ്ങനെ കെട്ടിയാടുന്ന തെയ്യല്ല ഞങ്ങൾ ചെയ്യുന്നത്. അവിടെ എന്ന് വെച്ചാൽ മലയ സമുദായത്തിലുള്ള ആൾക്കാർ മാത്രമേ ഇത് കെട്ടിയാടുള്ളൂ, ഒരു പ്രത്യേക ക്ഷേത്രത്തിലൊക്കെ. ഇവിടെ നമ്മൾ അങ്ങനെയല്ല, ഘോഷയാത്രയ്ക്ക് അതിൻ്റെ ഒരു മോഡൽ ചെയ്യണതാണിത്. യഥാർത്ഥത്തിലുള്ള ഗുളികൻ തെയ്യമല്ല. തെയ്യത്തെ കൂടുതൽ ആളുകളിലേക്ക് പരിചയപ്പെടുത്തുക അല്ലേ? ആള് ഇപ്പോൾ ഈ ഗുളികൻ തെയ്യം 4 എണ്ണം. ഒരുക്കങ്ങളൊക്കെ അത് ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് കെട്ടാം, അതിപ്പോൾ എല്ലാത്തിനും കെട്ട് കഴിയും. ഇപ്പോൾ നല്ല മറ്റെല്ലാ പൂർത്തികളും പൂർത്തിയായി. മുടിയുണ്ട്, പാളുണ്ട്, പിന്നെ നമ്മൾ ഉടയാടുകളൊക്കെ, പാവാട, മറ്റ് കൈകെട്ടുകൾ, സാധനങ്ങൾ ഇതൊക്കെ ഉണ്ട്. പിന്നെ മുഖം മൂടിയാണ് ഇതിനുള്ളത്. മറ്റേ മുഖത്തെഴുത്തില്ല, അങ്ങനെയാണ് ഗുളികൻ തെയ്യം ചെയ്യുന്നത്. മുഖപ്പാളില്ലോണ്ട് മുഖത്തെഴുത്ത് വേണ്ട, മുഖത്തെഴുത്തില്ല. മറ്റു തെയ്യങ്ങൾക്കൊക്കെ നമുക്ക് മുഖത്തെഴുത്തുണ്ടാവും, വരയ്ക്കുന്നതൊക്കെ ചെയ്യുമല്ലോ. ഇതിനങ്ങനെയില്ല. രാവിലോടുകൂടി തന്നെ തുടങ്ങിയോ? അല്ല, പുലർച്ചയോടുകൂടി തുടങ്ങിയോ? 2 മണിക്കൂർ തുടങ്ങിയത്. അത് കുറച്ച് വർക്കുണ്ട്, കുരുത്തോലയുടെ പണികൾ കുറച്ച് ചെയ്യാനുണ്ടല്ലോ. തോലയുടെ പണിയാണ് മെയിനായിട്ട് ഇതിന്റെ വരുന്നത്. കൂടുതൽ പണി അതിനാണ് വരുന്നത്. മുടിയൊക്കെ അതിലാണ് തീർക്കുന്നത് അല്ലേ? മുടിയൊക്കെ അതിനു വേണ്ടി. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ മുടി കെട്ടണതൊക്കെ, ഇത് തെയ്യങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാൽ മുടിയും കെട്ടി എല്ലാം കഴിഞ്ഞാൽ റെഡിയായി. നിങ്ങൾ എങ്ങനെയാണ് ഈ തെയ്യത്തെ കുറിച്ച് പഠിച്ചത്? അതായത് തൃശ്ശൂരുകാരാണെന്ന് പറഞ്ഞു, അപ്പൊ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പഠിച്ചത്, തെയ്യത്തെ കുറിച്ച് പഠിച്ചത്? നമ്മൾ പല മാധ്യമങ്ങളിലൂടെയും പലതൊക്കെ ഇത് കണ്ട് നമുക്കൊരു താല്പര്യം തോന്നി. ഇത് ജനങ്ങളൊക്കെ അറിയേണ്ടതാണെന്ന്, പരിചയപ്പെടുത്തേണ്ടതാണെന്ന് തോന്നി. നാടൻ കലകളൊക്കെ ആളുകളെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ കണ്ണൂരുകാരുടെ തെയ്യത്തെ തൃശ്ശൂരുകാരങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. ആ തെയ്യത്തെക്കുറിച്ച് പഠിച്ച് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തൃശ്ശൂരുകാർ തെയ്യം കെട്ടി ഘോഷയാത്രയുടെ ഭാഗമാവുകയാണ്. 4 ഗുളികൻ തെയ്യങ്ങളാണ് ഇറങ്ങുക. ഇതാ ഇപ്പോൾ മുടികളൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ തെയ്യയുടെ ഏകദേശം ഒരുങ്ങി തുടങ്ങിയിട്ടുണ്ട്. മുടി വെച്ചു അല്ലേ? മുടി വെച്ചിട്ടില്ല, കെട്ടി തുടങ്ങണുള്ളൂ, കൊലം വെച്ചിട്ടുള്ളൂ. എങ്ങനെയാ ഇതിന്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാ? ഒരുക്കങ്ങൾ കാലത്തൊരു വെളുപ്പിനൊന്ന് കുരുത്തോലൊക്കെ സെറ്റ് എല്ലാം ചെയ്തു. ബാക്കി കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? സമയങ്ങളില്ല, നമുക്ക് മുഖം മൂടിയാണ് വന്നത്, പിന്നെ പെട്ടെന്ന് കഴിയും. അതെ, പല തിരക്കിലാണ്. അപ്പോൾ അവരൊക്കെ ഈ പണിയുടെ തിരക്കിലാണ്. അതുകൊണ്ട് അധികം നമ്മളോട് സംസാരിക്കാൻ അവർക്ക് സമയമില്ല.